ഒടുവിൽ എന്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിൻ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യമാണ്. വേദപുസ്തകത്തിലെ ലേഖനങ്ങളില് വളരെ പ്രയോജനപ്രദമായ ഒരു ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിലെ 50-ാമത്തെ പുസ്തകവും പുതിയ നിയമത്തിലെ 11-ാമത്തെ പുസ്തകവുമാണ് നമുക്കറിയാം ഈ ഫിലിപ്പിയ ലേഖനം. ഏതാണ്ട് ഇതിൻ്റെ പശ്ചാത്തല ഭാഗം AD 62 പൗലോസ് ഈ ലേഖനം എഴുതി എന്നാണ് ന്യായമായിട്ട് കണക്കാക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തല ഭാഗം എഴുതാനുള്ള കാരണം പൗലോസ് റോമൻ കാരാഗൃഹത്തിൽ കിടക്കുകയാണ് സുവിശേഷ നിമിത്തം. അപ്പോൾ റോമൻ കാരാഗൃഹത്തിൽ പൗലോസ് കിടക്കുമ്പോൾ ഫിലിപ്പിയ സഭ ഒരു സഹോദരൻ്റെ കയ്യിൽ പൗലോസിന് നന്മ കൊടുത്തു വിട്ടു, ഭൗതിക നന്മ. ആ ഭൗതിക നന്മ താൻ സ്വീകരിച്ചതിന് ശേഷം അനേകം തിരിച്ച് ഫിലിപ്പിയിലേക്ക് പോയപ്പോൾ ഒരു കത്ത് കൊടുത്തു വിട്ടു. അതാണ് ഈ ലേഖനം. നിങ്ങൾ ആ 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട്. നമ്മൾ അങ്ങനെ പറയത്തില്ല. നമ്മളിപ്പോഴും പണ്ടപ്പരപ്പ് പറഞ്ഞിരിക്കുക. വേണ്ടുന്നത് എൻ്റെ മാസ്റ്ററെ വേണ്ടതൊന്നുമില്ല മാസ്റ്ററെ. പിന്നെ ഇങ്ങനെ ഉന്തിയും തള്ളിയും പോകുന്നതേ ഉള്ളൂ. ആരും പറയത്തില്ല വേണ്ടതെല്ലാം ഉണ്ടെന്ന്. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ അവർ ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ ഉചിതമാകുന്ന എൻ്റെ അഭിപ്രായം. ഇല്ല, എനിക്കറിയാൻ പറയുകയല്ലെന്ന്. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. വായിച്ചേ. സമൃദ്ധിയായിട്ടും ഇരിക്കുന്നു. 2 ദിവസമായി കഞ്ഞി വെച്ചിട്ട് കൊച്ചുങ്ങൾക്ക് ബിസ്ക്കറ്റും മേടിച്ചില്ല. വാടക കൊടുത്തില്ല. മൊബൈലിൽ ചാർജ് ചെയ്തില്ല. യോഗത്തിന് വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ വണ്ടി ഓടുകയില്ല. കാരണം ഇങ്ങനെ ഒന്നും നടക്കുന്നില്ലെന്നല്ല എൻ്റെ വാദം. പക്ഷെ നമ്മൾ ഇതെല്ലാമായി പറയുന്നേ. എന്നാൽ പൗലോസ് പറയുക ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട്. ഇത് പറയുമ്പോ കാരാഗൃഹത്തിലാ കിടക്കുന്നേ. എങ്ങനുണ്ട്? ജയിലിൽ കിടന്നുകൊണ്ടാ പറയുന്നത്. ഇപ്പൊ എനിക്ക് നമ്മളാന്ന് പറയാം മാസ്റ്ററെ ഉണ്ടയാ, അത് അത്ര രുചിയൊന്നും ഇല്ല, ഇന്നലെയും കഴിച്ചില്ല, ഇനി എങ്ങനെയാണെന്നറിയത്തില്ല, വെളിയിൽ ഇറങ്ങുമോ എന്നുള്ളത് സംശയമാ. മിക്കവാറും ഞാനിവിടെ കടന്നു പോകാനാ എന്നെ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുന്നത്. നമ്മളിതൊക്കെ പറയുള്ളൂ. എന്നാൽ കാരാഗൃഹത്തെ കിടക്കുന്ന പൗലോസ് പറയുക ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, പിന്നെ സമൃദ്ധിയായിട്ടും ഇരിക്കുന്നു. എന്തോ സാക്ഷ്യമായതൊക്കെ ഇത് പറയുമ്പോ തനിക്ക് ആകെ ഉള്ളത് ഒരു പുതപ്പും പുസ്തകവും ചർമ്മലിഖിതവുമാ. അതും കയ്യിലില്ല. അർപ്പോസിന്റെ വീട്ടിൽ ഇരിക്കുക. നീ വരുമ്പോ അത് കൊണ്ടുവരണമെന്നാ പറഞ്ഞ്. സ്തോത്രം. നീക്കുന്നധികം തന്നിയാകാൻ നിധിയ തീയിൽ ഊതി കഴിച്ച പൊൽമതിയ പൂവിൽ ക്രിസ്തുവുള്ളവനെ പോൽ ഇത്രമാം ധനികൻ ഇല്ലറിയ. എന്തിനാകുലം കലരുന്നൻ മനമേ, എന്തിനാകുലം ഭൂവിൽ ക്രിസ്തുവുള്ളവനെ
പോൽ ഇത്ര മാം ധനികൻ ഇല്ലറിയ എന്തിനാകുലം കലരുന്നൻ മനമേ എന്തിനാകുലം. ഇവിടെ അപ്പോസ്തലന്റെ വിലപ്പെട്ട സാക്ഷ്യമായി ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയായിട്ടും ഇരിക്കുന്നു. ഇത് പറയുമ്പം എവിടെ കിടന്നാ പറയുന്നത്? കാരാഗൃഹത്തില്. ഇത് പറയുമ്പം ഭൗതികമായിട്ട് എന്തോ ഉണ്ട്, ഒരു പുറപ്പ്, പുസ്തകം, ചർമ്മലിഖിതം, അതും കയ്യിലില്ല. കർപ്പോസിന്റെ വീട്ടിൽ വെച്ച. നമുക്കിത് പറയാൻ തന്നെ പ്രാഗൽഭ്യം ഉണ്ടോ എന്നുള്ളതാണ് ഞാനിപ്പോൾ പേടിച്ചിരിക്കുന്നത്. പൗലോസിനെ പറ്റിയൊക്കെ ചരിത്രം പഠിച്ചിട്ടുള്ളവർ പറയുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത് കപ്പലുമൊക്കെ ഉണ്ടായിരുന്നെന്നാണ്, കപ്പലുടമസ്ഥൻ്റെ മകനായിരുന്നെന്നൊക്കെയാണ്. ശനിപ്പാസ്റ്റൊരിക്കൽ പ്രസംഗിച്ചവൻ പറഞ്ഞു ഒരു കപ്പൽ ഇങ്ങോട്ട് പോകുമ്പം അങ്ങനെ പോകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം എന്തായാലും കപ്പലുമൊക്കെ ഉണ്ടായിരുന്നു, കപ്പലുടമസ്ഥൻ്റെ മകനുമായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ പറയുന്നത്, കപ്പലേലാണ് തുടങ്ങിയത്, ശുശ്രൂഷ അവസാനിക്കാൻ നേരത്ത് പുതപ്പേലാണ് നിർത്തിയത്. ഒന്നാം പ്രതി ഞാൻ ആദ്യത്തെ പ്രതി. നമ്മൾ പുതപ്പേലാണ് തുടങ്ങിയത്. ഇപ്പം ഏതാണ്ട് കപ്പലായില്ല, വള്ളമൊക്കെ കഴിഞ്ഞു, ബോട്ടുമൊക്കെ ആയി. സ്തോത്രം. ഞാൻ എന്നെ പ്രതിയാക്കിയായി പറയുന്നത്. പക്ഷേ ഞാൻ ഈ മാർഗത്തിൽ വരുമ്പോൾ എനിക്ക് 1 സെന്റ് ഭൂമി പോലും ഇല്ലായിരുന്നു. ഇപ്പം ഏക്കർ കണക്കിന് മേടിക്കാൻ ദൈവം എനിക്ക് കുറ്റമൊന്നും ഞാൻ പറയുകയല്ല. പൗലോസ് അങ്ങനത്തെ വിളിയായിരുന്നു. അപ്പം എന്തായാലും ഈ സാക്ഷ്യം പറയുന്നത് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ്. നിങ്ങളായിരുന്നേ കാരാഗ്രഹത്തിൽ കിടന്ന് ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയായിട്ടിരിക്കും, നിങ്ങൾ പറയുമോ? ഞാൻ പറയുമോ? പ്രാഗിയെ ആലേക്കുകയും അവിടെ കടന്ന് മുടി പിച്ച് കീറി ദൂരോട്ട് കളയുകയും അടുത്തിരിക്കുന്നതിനോട്ട് പൊക്കോണം ഞാൻ എന്തെല്ലാം കോലാഹലം അവിടെ കൊണ്ടുവന്നുണ്ടാക്കും. എഴുതാവുന്നതിൻ്റെ പരമാവധി അവിടെ ഇരുന്ന് ലേഖനമല്ല, ഒക്കരുതാഴിയല്ല. ഞാനിവിടെ വരാൻ കാരണം ഞാൻ ഒരുമാതിരി ചൊവ്വനെ പോയിക്കൊണ്ടിരുന്ന അവൻ ഒരുത്തനെ എന്നെ ഇവിടെ ഈ കാരാഗൃഹത്തിൽ ഞാൻ അന്ന് പറഞ്ഞതാ, ആ ഭൂതം പിടിച്ച തള്ളയുടെ ഭൂതമൊന്നും കളയണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതിലെ ഭൂതം കയറി കിടക്കട്ടെ, അമ്മക്ക് തന്നെ ഇതൊക്കെ നമ്മളെന്തെല്ലാം പറയും. പക്ഷെ പൗലോസിൻ്റെ ആ സാക്ഷ്യം കാരാഗൃഹത്തിലാണ് കിടക്കുന്നത്. ഭൗതികമായിട്ട് കയ്യിലൊന്നുമില്ല, ആകെയുള്ളത് പുറപ്പും പുസ്തകവും ചർമ്മലിഖിതവും. പക്ഷെ സാക്ഷ്യം വിലപ്പെട്ടതാ. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയായിട്ടും ഇരിക്കുന്നു. എല്ലാം ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. അടുത്തത് നിങ്ങൾ അയച്ചു തന്നത്. നിങ്ങൾ അയച്ചു തന്നത്. അപ്പൊ കാരാഗൃഹത്തിൽ പൗലോസ് റോമൻ കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ ഫിലിപ്പിയ സഭ പൗലോസിന് ഭൗതിക നന്മ അയച്ചു കൊടുത്തു. അതാ നിങ്ങൾ അയച്ചു തന്നത്. അങ്ങനെയൊക്കെ കൊടുക്കണേ. ഒരാൾ കഷ്ടത്തിൽ കൂടെ പോകുമ്പോഴേ കൊച്ചുകുഞ്ഞുപദേശി പാടിയതുപോലെ പാടരുത്, കണ്ടും കാണാതെയും. അങ്ങനെ എല്ലാവരും അങ്ങനെ പോകരുത്, കണ്ടും കാണാതെയും. സ്തോത്രം. ഒരാളൊരു കഷ്ടത്തിൽ കൂടെ പോകുക, ഒക്കുന്നെങ്കിൽ എവിടെ പോകണം? വീട്ടിൽ പോകണം, അവരെ സഹായിക്കണം. ഇരുചവി അറിയരുത്, ഇടം കൈ ചെയ്യുന്ന വലം കൈ അറിയരുത്. അതൊക്കെ വേറെ പുസ്തകത്തിലെ പ്രമാണമല്ല. സഹോദരിമാരോട് പറയുക, ഒരു വീട്ടിൽ ചെന്നപ്പോൾ നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്കാകുമ്പോൾ അടുക്കളയിലോട്ട് കയറാം, അവിടുത്തെ പരുവമൊക്കെ ഒന്ന് നോക്കണം. അല്ലാതെ നടുമുറിക്കാത്തിരുന്ന് ഇങ്ങനെ 2 കൈ വിട്ട് കുലുങ്ങിയേച്ച് പോകരുത്. ഞാൻ ആരോട് വന്നും മിണ്ടുക, യേശുവിന്റെ നാമത്തിൽ രക്തം കണ്ണും ഇഴിച്ച് ആ വീട്ടിൽ നിന്ന് കയറി അടുക്കളയിൽ കയറി കുരുക്കൊപ്പിക്കരുത്. കുരുക്കൊപ്പിക്കാനാന്നും എടുക്കാം, കുരുക്കൊപ്പിക്കുകയല്ല. അവരുടെ അടുക്കളയിൽ നിന്ന് കയറി സഹോദരിമാർക്കാകുമ്പോൾ കയറാമല്ലോ. കയറി ടിന്നുകളൊക്കെ നോക്കി, സാഹചര്യമൊക്കെ നോക്കി, നിങ്ങളെ കൊണ്ട് വല്ലതും ഒക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത്, ഇല്ലേ അച്ചായനെ കൊണ്ടൊന്ന് ചെയ്യിപ്പിച്ചേ. അതൊക്കെയാണ് ചെയ്യേണ്ടത്. ആരോട് പറയാനാ? ഇരുന്നങ്ങ് മറുഭാഷ പറഞ്ഞേക്കുക. കണ്ണടച്ച് പിടിച്ചിരുന്ന് അടിച്ച് കൈ അടിച്ച് സ്തോത്രം. ഇതുകൂടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. അപ്പൊ പൗലോസ് കാരാഗൃഹത്തിൽ കിടക്കുക. അപ്പോൾ ഫിലിപ്പിയ സഭ ഭൗതിക നന്മ അയച്ചു കൊടുത്തു. ഒന്നുകൂടെ വായിച്ച ആ വാക്യം, നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി. ഇതൊരു യാഗമാകട്ടോ, ഇതൊരു യാഗമാ. നമ്മൾ ആകെ കൂടെ വിചാരിച്ചിരിക്കുന്ന യാഗം സ്തോത്രം എന്ന യാഗം കണ്ടവാനും അങ്ങ് പറയുക, സ്തോത്രം സ്തോത്രം സ്തോത്രം. ചെല്ലു പിന്നെ സ്തോത്രം എന്ന് പറഞ്ഞ സൂത്രാം സൂത്രാം സൂത്ര അങ്ങനെ പറയുന്നവരുണ്ട്. സ്തോത്രം എന്ന് തെളിച്ച് പറയുന്നത് സൂത്രാം സൂത്ര. സൂത്രവാ
സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ, അതൊരു യാഗമാ, ഇതും ഒരു യാഗമാ. ഇത് സൗരഭ്യവാസനയായ യാഗമാ. ഏതാ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നതേ, അതൊരു യാഗമാ. ചിലർക്ക് മേടിക്കാൻ നല്ല വിരുദാ, കൊടുക്കാൻ അതറിയത്തില്ല, അങ്ങനത്തെ യാഗമില്ല. എന്തായാലും ഒക്കെ നല്ല തക്കവും തായവും പറഞ്ഞ് മേടിക്കാൻ, പമ്മി കൂടി പറ്റി കൂടി അടിച്ചു മാറ്റാനും മേടിക്കാനും മിണ്ടുന്നില്ലാരും. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, ഞങ്ങൾ നാളെ മുതൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല, വെറുതെ ഒന്ന് ബലപ്പെടാന്ന് ഓർത്ത് എന്നപ്പോൾ ഉള്ള ബലവും കൂടെ പുള്ളി. ഈ ഉപവാസ പ്രാർത്ഥനയിൽ എന്താണെന്ന് ചോദിച്ചാൽ ശുദ്ധീകരണം നടക്കണം. പ്രസംഗിക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളും കേൾക്കുന്ന നിങ്ങൾക്കും ജീവിതത്തിൽ വ്യതിയാനം ഉണ്ടാകണം. ഓരോ യോഗം കഴിയുമ്പോഴും എൻ്റെയും നിങ്ങളുടെയും സ്വഭാവത്തിന് മാറ്റം വരണം. അങ്ങനെയെങ്കിൽ ഉപവാസ പ്രാർത്ഥന വിജയമാണ്. അല്ലാതെ മൈക്കിൻ്റെ ഓളിയം കൂട്ടിക്കൊണ്ടോ നമ്പർ തല്ലി പൊട്ടിച്ചുകൊണ്ടോ മേപ്പൊട്ടിങ്ങി പൊണ്ടും ചാടിയത് കൊണ്ടോ ഒച്ചപ്പാടുണ്ടായി നാട്ടുകാർ ഓടിക്കൂടി ഇനി മേലിൽ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്, തല്ലിക്കൊല്ലുവെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ല. ശബ്ദമെടുക്കരുതെന്നോ നൃത്തം ചെയ്യരുതെന്നോ അല്ല എൻ്റെ വാദം. നമ്മുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് നന്മ ചെയ്യുന്നത്, കൂട്ടായ്മ കാണിക്കുന്നത്, അതൊക്കെ ഒരു വലിയ യാഗമാണ്. ഈ ഫിലിപ്പിയക്കാർ ഇത് കൊടുക്കാൻ കാരണമുണ്ട്. പൗലോസ് വളരെ കഷ്ടപ്പെട്ട ഫിലിപ്പിയിൽ സഭ ആരംഭിച്ചത്. ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. അപ്പോൾ അവരെ ത്രോവാസിൽ ചെന്നു. ത്രോവാസിൽ നിന്ന് പിന്നെ അവരെ സ്തോത്രം ഫിലിപ്പിയിലേക്ക് പോയി. ഫിലിപ്പിയിലേക്ക് 16:2 വായിച്ചേ. അവൻ ലുസ്ത്രയിലും ഇക്കോന്യയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. ഏതാ വായിക്കുന്നേ? വായിച്ചോ. അവൻ തന്നോടുകൂടെ പോരണമെന്ന് പൗലോസ് ഇച്ഛിച്ചു. ഇനി 6-ാം വാക്യം വായിച്ച 16:6. അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന്, അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. എവിടെ വചനം പറയണ്ട, അത് വിലക്കിയപ്പോൾ അവർ പിന്നെ ത്രോവാസിലെത്തി. 7-ാം വാക്യം. മിഥുനയ്ക്ക് പോകാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല. അവർ മൂസ്യ കടന്ന് ത്രോവാസിലെത്തി. ഇനി ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി. 11-ാം വാക്യം. അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ സമുദ്രക്കയിലേക്കും പിറ്റേന്നാൾ നവപൊലിക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും ചെന്നു. ഇങ്ങനെ ഫിലിപ്പിയിൽ വന്നത് പൗലോസ് ഫിലിപ്പിയിലേക്ക് വന്നു. അടുത്ത വാക്യം. ഇത് മക്കെദോനിയയുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമാക്കാർ കുടിയേറി പാർത്തതുമാവുന്നു. ആ പട്ടണത്തിൽ ഞങ്ങൾ ചില ദിവസം പാർത്തു. അപ്പോൾ ആ പട്ടണത്തിൽ ചില ദിവസങ്ങൾ പാർത്തു. ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി. അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഇനി ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ വായിപ്പിച്ച സമയം കളയുന്നില്ല. അങ്ങനെയാണ് ലുദിയ രക്ഷിക്കപ്പെടുന്നത്. രക്താംബരം വെളുക്കുന്നവളും തുയതകിര പട്ടണക്കാരത്തിയുമായ മാന്യ സഹോദരി രക്ഷയിൽ വന്നു. അതിനുശേഷമായിട്ട് അടുത്ത ഖണ്ഡികയിലുണ്ട് വെളിച്ചപ്പാടത്തിക്കാരുടെ ഭൂതം പോയി. അങ്ങനെ അവിടെയും വിടുതലുണ്ടായി. ശേഷമായിട്ടാണ് കാരാഗൃഹ പ്രമാണി അന്ന് രാത്രി രക്ഷിക്കപ്പെടുന്നത്. ഇങ്ങനെയാണ് ഫിലിപ്പിയിൽ ഈ സഭ ശക്തമാകുന്നത്. അപ്പോൾ ലുദിയ വെളിച്ചപ്പാടത്തിക്കാർ ഗുണപ്പെട്ടു, അവിടെ ഭൂതം പോയി, കാരാഗൃഹ പ്രമാണി രക്ഷിക്കപ്പെട്ടു. ഇതിനെല്ലാം കാരണം മക്കെദോന്യക്കാരൻ പുരുഷൻ നിലവിളിക്കുന്ന ദർശനം കണ്ടു. ഊഹാഭോഗത്തിന് പോയതല്ല, ദർശനത്തോടാ പോയത്. 9-ാം വാക്യം 16:9. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കെദോന്യക്കാരൻ ഒരു പുരുഷൻ അരികെ നിന്നു. നീ മക്കെദോന്യയ്ക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കാമെന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. നീ ഞങ്ങളെ സഹായിക്കണമെന്നൊരു ദർശനം പൗലോസ് കണ്ടു. വെളിവുകേട് കണ്ടതല്ല, വെളിവില്ലാടിയ കണ്ടതല്ല, ഒരു ദർശനം കണ്ടു. മക്കെദോന്യക്കാരൻ ഒരു പുരുഷൻ ഞങ്ങളെ രക്ഷിക്കണം, സഹായിക്കണമെന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി. അതാ 30-ാം വാക്യത്തിൽ അങ്ങനെ അപേക്ഷിച്ചല്ലോ, വായിച്ചേ. അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഈ ദർശനമാ 16:9 പറഞ്ഞത്. ഇത് കണ്ടു. ആ ദർശനം കണ്ടതിന്റെ വെളിച്ചത്തിൽ ആ ഫിലിപ്പിയിൽ എത്തിയത്. ഒരു പുരുഷൻ നിലവിളിക്കുന്നതാ കണ്ടത്. പക്ഷെ ആദ്യം ഗുണമായത് 1-2 സ്ത്രീകളാ. ഞാനും നിങ്ങളും പൗലോസിന്റെ കൂടെ ഉണ്ടായിരുന്ന ചോദിക്കണം, അച്ചായന് പെണ്ണുങ്ങൾ പുരുഷനെ തന്നെ ആണോ കണ്ടത്, അതോ ഹിപ്പിയെ കണ്ടതാണോ? ഇപ്പൊ അങ്ങനെ ആണല്ലോ, മുടി വളർത്തിയ പുരുഷനെയാണ് പൗലോസ് പറഞ്ഞ ഒരു പുരുഷൻ നിലവിളിക്കുന്നതാ കണ്ടത്. പക്ഷെ അമ്മാമ്മയാണല്ലോ ഗുണമായത്. പിന്നെ വെളിച്ചപ്പാടത്തിക്കാരി ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. പൗലോസ് പറഞ്ഞ് നോക്കാനൊന്നുമില്ല, ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ ഒരു പുരുഷൻ നിലവിളിക്കുന്നത്. പക്ഷെ വെളിച്ചപ്പാടത്തിക്കാരി ഗുണപ്പെട്ട് കഴിഞ്ഞപ്പോൾ യജമാനന്മാരുടെ ലാഭം പോയി. ഇവരെ പിടിച്ച് അടിച്ച് ഉപദ്രവിച്ച് കാരാഗൃഹത്തിലിട്ടു.
നമ്മളായിരുന്നു അവിടെ കിടന്ന് പിന്നെയും മനസ്സ് തകർത്തേനും, പൗലോസിനെ തകർത്തേനും നമ്മൾ. അജാനെ ദൈവം കാണിച്ചില്ല, പിശാച് കാണിച്ചതാ. പിശാചും അങ്ങനെ കാണിക്കുമല്ലോ. ദൈവത്തെ സ്തുതിച്ചു, സ്തോത്രം, ദൈവത്തെ മഹത്വപ്പെടുത്തി. അന്ന് രാത്രി കാരാഗൃഹപ്രമാണി രക്ഷയിൽ വന്നു. ഈ ദർശനമാണ് 16:9 പൗലോസ് കണ്ടത്, മക്കതോന്യക്കാരൻ പുരുഷൻ. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ് ഈ ഫിലിപ്പിയിൽ സഭയുണ്ടാകുന്നത്. സഭ ശക്തമായി, സ്തോത്രം. ഇങ്ങനെ പ്രവർത്തിച്ച പൗലോസ് ഒടുവിൽ റോമൻ കാരാഗൃഹത്തിൽ കിടക്കുക. അപ്പോൾ ആ സഭക്കാർക്ക് പൗലോസിനോട് പ്രിയവും താല്പര്യവും ഒക്കെ വർദ്ധിച്ച് അവർ പറഞ്ഞു, നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന നടത്തിപ്പുകാരനാകുന്ന പൗലോസ് റോമൻ കാരാഗൃഹത്തിൽ കിടക്കുക. അപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുമ്പോൾ സഹായം ചെയ്യണം. അങ്ങനെ ഒരു സഹോദരന്റെ കൈവശം സഹായം കാരാഗൃഹത്തിലോട്ട് കൊടുത്തു വിട്ടു. അത് പൗലോസ് കൈപ്പറ്റി. ആ കൊടുത്തുവിട്ട സഹോദരൻ ആരാ? 4:18 വായിര്. ആരുടെ പക്കലാ കൊടുത്തു വിട്ടെന്ന്? എല്ലാം ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട്. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട്. സമൃദ്ധിയായിട്ടും ഇരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി. ദൈവത്തിന്റെ പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എപ്പഫ്രോദിത്തോസിന്റെ കയ്യിൽ. എപ്പഫ്രോദിത്തോസിന്റെ കയ്യിൽ, ആ സഹോദരന്റെ കയ്യിലാ കൊടുത്തു വിട്ടത്. ആരാ? എല്ലാരും ഒന്ന് പറഞ്ഞേ. എപ്പഫ്രോദിത്തോസ്. എല്ലാരും പറയുന്നില്ല. പിരിച്ചെഴുതി പറ, ഉറക്കെ പറ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ട് ഇയാൾ ഇന്ന് പ്രസംഗിച്ചതുവാ. ആരാ? നന്നായിട്ട് ഉറക്കെ പറ, മൈക്കിൽ കൂടെ പറഞ്ഞേ. എപ്പഫ്രോദിത്തോസിന്റെ കയ്യിൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. തൃപ്തനായിരിക്കുന്നു. അപ്പം രണ്ട് കാര്യം ആ വാക്യത്തിലുണ്ട്. ഒന്ന്, എപ്പഫ്രോദിത്തോസിന്റെ കയ്യില് ഈ നന്മ കൊടുത്തു. അതൊരു സൗരഭ്യവാസനയാ. കൂടുതലാണോ കുറവാണോ കണക്കെഴുതിയിട്ടില്ല. കുറച്ചാന്നേലും കൂടുതലാന്നേലും അത് വളരെ സൗരഭ്യമാണ്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് ആരെങ്കിലും 1 രൂപ തന്നാലും 10 രൂപ തന്നാലും 100 രൂപ തന്നാലും 1000 തന്നാലും അത് വളരെ വിലപ്പെട്ടതാണ്. സ്തോത്രം തരുമ്പോൾ കൈ തരുക. കനം കുറവാണ് ഉടനെ മുഖം ചുളുക്കരുത്. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയുക, പിടിക്കുമ്പോൾ അറിയാമല്ലോ. ചില കനത്തിലുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. ആ വിധവ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് 2 കാശിട്ടത് അത് സ്വർഗം അംഗീകരിച്ചു. ഞാൻ ഒരു സഭയെ ചെന്നപ്പോൾ, ഇപ്പോഴല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാ, അവിടെ അമ്മച്ചിമാരാ കൂടുതൽ. അത് ഈ 4 കോടി സഭയാ, അമ്മച്ചിമാരുണ്ട്. പഴയ അമ്മച്ചിമാരാ. ഇപ്പോൾ അതിലെല്ലാം ഒത്തിരി മരിച്ചു പോയി, പാവം. എല്ലാം ചട്ടയും മുണ്ട് കൊടുത്ത് പ്രായമുള്ള അമ്മച്ചിമാരാ. യോഗം കഴിയുമ്പോൾ അന്നത്തെ കാലത്ത് അമ്മച്ചിമാരെല്ലാം ഓരോ അമ്മച്ചി കൊണ്ട് 10 രൂപ തരും. അത് വലുതാ. ശുശ്രൂഷ കഴിയുമ്പോഴേ അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുക. അവർക്ക് ആരെങ്കിലും ഒക്കെ കൊടുക്കുന്നതായിരിക്കും, മക്കളോ മരുമക്കളോ അല്ലെ വേണ്ടപ്പെട്ടവരൊക്കെ കൊടുക്കുന്നതായിരിക്കും. അത് മാറ്റി വെച്ചിരിക്കുക. എല്ലാ അമ്മച്ചിമാരും ഒരിക്കൽ 130 രൂപ കിട്ടി. അമ്മച്ചിമാർ തന്നതാ. 13 അമ്മച്ചിമാർ 10 രൂപ. അത് വലുതാ. അത് വളരെ സൗരഭ്യവാസനയാണ്. 10 കിട്ടിയേച്ച് നാളെ വല്ലാത്ത നോട്ടം നോക്കരുത്. 10 കൊണ്ട് വന്നേക്കുക. അല്ലല്ലല്ല, അവരുടെ ഇല്ലായ്മയെന്ന് അവർ തരുന്നത്. അപ്പൊ കുറച്ച് തന്നാലും കൂടുതൽ തന്നാലും സന്തോഷമുള്ളവർ. പൗലോസ് പറഞ്ഞു, ഞാൻ തൃപ്തനായിട്ടിരിക്കുന്നു. ഒന്നുകൂടെ വായിച്ച അടുത്ത വാക്യം. ഇപ്പോൾ എനിക്ക് വേണ്ടുന്ന എല്ലാം ഉണ്ട്, സമൃദ്ധിയായും ഇരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി. ഇത് സൗരഭ്യവാസനയാ കേട്ടോ, സൗരഭ്യവാസനയായി. ദൈവത്തിന്റെ പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എപ്പഫ്രോദിത്തോസിന്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. ഞാൻ തൃപ്തനായിരിക്കുന്നു. കണ്ടോ, ഈ നന്മ വാങ്ങിച്ചിട്ട് ഈ പോട്ടെ, ഞാൻ പേര് പറയുന്നില്ല. സ്തോത്രം, പേര് പറയുന്നില്ല. പുള്ളി പ്രസംഗ യോഗത്തിൽ പറഞ്ഞു, നിന്റെ വളിച്ച മോന്ത അടുത്ത ആഴ്ച ഇവിടെ കാണരുതെന്ന്. ഇംഗ്ലീഷിലാണ് പറഞ്ഞത്.
അതിന് ഞങ്ങൾ പറഞ്ഞ KC ജോർജാൻ പറഞ്ഞെന്നാ പറയാന്ന്. നിന്റെ വളിച്ച മോന്ത അടുത്ത ആഴ്ച ഇവിടെ അങ്ങനെ പറഞ്ഞോളൂ. തൃപ്തരായിട്ടിരിക്കണം. സ്തോത്രം. ഈ നന്മ കൊടുത്തു വിട്ട് കഴിഞ്ഞ് പൗലോസ് അത് കയ്യിൽ വാങ്ങി. ഭയങ്കര തൃപ്തിയായിരുന്നു. നമുക്കൊരു ഗ്ലാസ് പച്ചവെള്ളം തന്നാലും തൃപ്തരായിരിക്കണം. ചൂടുവെള്ളം ആണെങ്കിലും തൃപ്തരായിരിക്കണം. ഉദാഹരണമാണ്, ഇച്ചിരി തേയിലയും പഞ്ചാര ഇട്ടാതിരുന്ന് തൃപ്തരായിരിക്കണം. പാലൂടെ ഒഴിച്ചാലും തൃപ്തിക്കോ, ബൂസ്റ്റ് ഇടുന്നുണ്ടെങ്കിൽ അതും തൃപ്തി. എന്തായാലും ലഭിക്കുന്നതിൽ തൃപ്തരായിരിക്കണം. ഇതൊക്കെ ഇതിനകത്ത് നിന്ന് പഠിക്കേണ്ട മാതൃകകളാണ്. ചിലക്ക് എത്ര കിട്ടിയാലും മോഹം തെളിയുകയില്ല. തെളിയത്തില്ല. എപ്പോഴും ഇങ്ങനെ കരഞ്ഞും കൂവിയും പണ്ടപ്പരപ്പ് പറഞ്ഞും ഇങ്ങനെ അങ്ങ് നടക്കുക, കന്ന് നടക്കുന്ന പോലെ. മുഖം തെളിയത്തില്ലല്ലോ. സംസാരത്തിലും തൃപ്തിയില്ലല്ലോ. ആരെ കണ്ടാലും എപ്പോൾ കണ്ടാലും പണ്ടപ്പരപ്പല്ലേ പറയുള്ളൂ ചിലര്. സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും തൃപ്തിയുടെയും കാര്യം പറയുമോ ചിലര്? എന്നാൽ ചിലരെ നിങ്ങൾ ശ്രദ്ധിച്ചേ, വളരെ ബുദ്ധിമുട്ടുകൂടെ പോകുകയെന്നെങ്കിലും അവരാരെ അറിയിക്കത്തില്ല. ഒരു കുഞ്ഞുങ്ങളെ അറിയിക്കത്തില്ല. എനിക്ക് അങ്ങനെയുള്ള ചിലരെ അറിയാം. ദൈവത്തിന് മഹത്വം. വളരെ ഞെരുക്കത്തിൽ കൂടെ അവർ പോകുന്നത്. പക്ഷേ അവരുടെ സന്തോഷ സമൃദ്ധിയും അവരുടെ ആ രീതിയും വരവും പ്രാർത്ഥനയ്ക്കുള്ള ഇരിപ്പും എന്തോ സന്തോഷമാണ്. അനാത്മിക സന്തോഷം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനധികം വിവരിക്കുന്നില്ല. അപ്പോൾ പൗലോസ് ഈ കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ ഇവരെ എപ്പപ്രദേശത്തിന്റെ കയ്യിൽ ഈ നന്മ കൊടുത്തു വിട്ടു. അത് അദ്ദേഹം കൊണ്ട് കൊടുത്തു. തിരിച്ച് ഇദ്ദേഹം പോകാൻ നേരത്ത് പൗലോസ് ഈ ലേഖനം എഴുതി ഇദ്ദേഹത്തിന്റെ കയ്യിലാണ് കൊടുത്തു വിടുന്നത്.